ഞാൻ പണിക്കോയി വരാട്ടോ. പണിയുണ്ടോ? പണിയുണ്ട്. എന്നാ പോയിക്കോ. കുഞ്ഞോ ഇത് കുറച്ച് നേരത്തെ വരുന്ന്. പാക്കേ ഹോസ്പിറ്റലിൽ പോവാനാ, തീരെ സുഖമല്ല. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ വരാം. ആയിക്കോട്ടെ, നോക്കി പോയിക്കോട്ടോ. എണ്ണ കഴിഞ്ഞല്ലോ കുറച്ചാണ്. പക്ഷേ എന്താ ചെയ്യാ, ആകെ നേരം വൈകും ചെയ്തല്ലോ. കുറച്ചാണ് എന്താ പണി നടന്നിട്ടില്ലേ, ഇരിക്കാൻ ആസ്പത്രി കൊണ്ടുപോലും നടക്കൂലല്ലോ. എന്താ ചെയ്യാ, ആകെ നേരം വൈകും ചെയ്ത്. ഒരു കുപ്പിയും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വണ്ടി കിട്ടണം. ഞാനേ വണ്ടിയിൽ എണ്ണായി, ഞാനിവിടെ പോട്ടെ പമ്പിന്റെ അടുത്ത്. വല്ലാത്തൊരു ദിവസമായി പോയി. ഇന്നിപ്പോ ഇനി പണിക്കത്തും തോന്നുന്നില്ല, സമയം ഒരുപാടായി. എന്തോ നിങ്ങള് ഞാൻ ഈ പമ്പിന്റെ മാനേജറാ. സാറേ, ഞാൻ ജോലിക്ക് പോകേനി. അപ്പൊ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞ് കുടുങ്ങി പകുതി വയ്ക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ കുപ്പിയിൽ ഒരു തരില്ല അറിയാണ്. കുപ്പിയിലും ക്യാനിലും ഒന്നും തരാൻ പറ്റില്ല. ഇപ്പത്തെ നിയമം അറിയില്ലേ, അത് റൂൾസാ. ഇന്ന് ഞാൻ പണിക്ക് പറ്റില്ല, എന്റെ ബാപ്പാക്ക് സുഖമല്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് പണി കിട്ടിട്ട് അതിന്റെ പൈസ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നില്ലെങ്കിൽ നീ എന്താക്കാ, വണ്ടി തള്ളി ഇങ്ങോട്ട് പോവാ, പോയിച്ചു തരാം, എണ്ണ അടിച്ചു. സാറേ, 3-4 കിലോമീറ്റർ എങ്ങനെയാണ് ആ വണ്ടി തള്ളി വരിക? നമുക്ക് തരാൻ പറ്റില്ല. താൻ ഈ കുപ്പിയിൽ എണ്ണ വെച്ചിട്ട് താൻ അവിടെ പോയിട്ട് വല്ലതും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊടുക്കുക. ഇതൊന്നും കുപ്പിയിൽ തരാൻ പറ്റില്ല. താൻ പോടും. അങ്ങനെയൊന്നും ചെയ്യൂല സാറേ. എനിക്കിന്ന് ജോലിക്ക് പോയിട്ട് എന്റെ വാപ്പാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലാണ്. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് എന്തായാലും പോകണം. നിങ്ങൾ എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തനിക്ക് എണ്ണ വേണമെങ്കിൽ ഞാൻ വണ്ടിയിട്ട് പോവാം. അല്ലാതെ ഈ കുപ്പിയിലൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ഓക്കെ ട്ടാ. സാറേ. ജയ എന്തേ? അല്ല സാറേ, ഞാൻ എന്റെ പണിക്കാരൻ ബംഗാളിനെ എണ്ണയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ എണ്ണ കൊടുക്കാൻ? അവിടെ പണിക്കാര് കാടിന് മെഷീൻ എണ്ണ കുടുങ്ങിക്കല്ലേ. രണ്ടാളപ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളൂ. അതേപോലെ ക്യാനേറ്റും കുപ്പിയേറ്റും വന്നിട്ട് എണ്ണ കുപ്പിയിലും ക്യാനിലും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ റൂളല്ലേ. ഞാൻ എന്നെ ശരിക്കും അറിയണല്ലേ സാറേ നിങ്ങൾക്ക്? അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് റൂളാണ്. നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മക്ക് ഈ മെഷീനിൽ പല എണ്ണയ്ക്ക് നമ്മൾ എന്താ ചെയ്യാ? ആ മെഷീനേറ്റ് ഇങ്ങോട്ട് പോരും, അതിൽ അടിച്ചുതരാം. എന്ത് വർത്താന സാറേ പറയുന്നത്? വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അടിച്ചേരാൻ പറ്റില്ല. ഇത് റൂളല്ലേ. ഇത് കൊണ്ട് എന്തെങ്കിലും തോന്നിയാസം ചെയ്ത് ഞങ്ങൾ കൊടുക്കൂലേ? വല്ലാത്തൊരു സംഭവമായിട്ടത്. അല്ലാപ്പൊ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ജനറേറ്റർ മെഷീനൊക്കെ തള്ളിയേറ്റിക്കൊണ്ട് തന്നെ അടിക്കേണ്ടി വരപ്പെടുന്നത് വല്ലാത്തൊരു നിയമമായി പോയി. സുരക്ഷ പ്രധാനമാണ്, അപകടങ്ങൾ ഒഴിവാക്കാൻ നിയമം വേണം. പക്ഷേ സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും നമ്മൾ കാണണം. തെറ്റായ ഉപയോഗം തടയുന്നതിനോടൊപ്പം അടിയന്തര ആവശ്യങ്ങൾക്ക് സുരക്ഷിതമായ മാർഗത്തിലൂടെ ഇന്ധനം ലഭ്യമാകാനുള്ള സംവിധാനവും നമ്മൾ കണ്ടെത്തണം. കാരണം ഒരു നിയമത്തിന്റെ ലക്ഷ്യം ജനങ്ങളെ സംരക്ഷിക്കലാണ്, കൂടുതൽ ബുദ്ധിമുട്ടിക്കലല്ല. സുരക്ഷ വേണം, സാധാരണക്കാരന്റെ ആവശ്യങ്ങളും കാണണം. അതാണ് ജനകീയമായ തീരുമാനം.